നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈൽ മൂലം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു. നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് കേസസ് പൈൽസിന്റെ വരലുണ്ട്. പക്ഷെ ഇവരൊക്കെ ക്ലിനിക്കിൽ എത്തുമ്പോഴത്തേക്കും സ്റ്റേജ് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടാവും. അതായത് തുടക്കത്തിലെ ഇവർക്ക് ഇത് മൂലക്കുരു ആണ് അല്ലെങ്കിൽ പൈൽസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ പൈൽസിന്റെ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂലക്കുരു ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നോക്കാം. പൈൽസ് വന്നവർക്ക് ആദ്യം കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ പറയാം. ഫസ്റ്റത്തെ ലക്ഷണം എന്ന് പറയുന്നത് മലബന്ധമാണ്. വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട്. ഇനി വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഒരു തൃപ്തി ആവുന്നില്ല, ഇനിയും കുറച്ചും കൂടി പോകാനുണ്ട് എന്നൊരു തോന്നൽ വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മലബന്ധം ഉള്ളവർക്ക് പൈൽസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പൈൽസ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇന്റേണലും ഉണ്ട്, ഒന്ന് എക്സ്റ്റേണലും ഉണ്ട്. നിങ്ങൾക്ക് എക്സ്റ്റേണൽ പൈൽസ് ആണ് ഉള്ളത് എങ്കിൽ മലദ്വാരത്തിന് പുറത്തേക്കായിട്ട് ചെറിയ ചെറിയ മുഴകൾ കാണാം. കൂടാണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും, പുകച്ചിലും അനുഭവപ്പെടും. ചിലവർക്ക് വയറ്റിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും പുകച്ചിൽ അനുഭവപ്പെടുക. ചിലവർക്ക് ഹോൾ ഡേ പുകച്ചിലുണ്ടാവും. അതുപോലെ തന്നെ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിലും അനുഭവപ്പെടും. ഇനി കുറച്ചും കൂടി കൂടിയ സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്കും രക്തസ്രാവം ഉണ്ടാവും. നിങ്ങൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ബ്രൈറ്റ് കളറിൽ, റെഡ് കളറിൽ ബ്ലഡ് വരുന്നുണ്ടാവും. ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ പൈൽസിന്റെ ലക്ഷണങ്ങളാണ്. ഇതാണ് മെയിനായിട്ട് കാണിക്കുന്ന സിംറ്റംസ്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒക്കെ സിംറ്റംസ് ഉണ്ട് എങ്കിൽ നിങ്ങളത് പൈൽസ് ആണ് എന്ന് കൺഫേം ചെയ്യാം. അതിനുവേണ്ടി സർജറി ഒക്കെ എടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഹോമിയോ മെഡിസിൻസ് എടുക്കുക. ഹോമിയോയിൽ പൈൽസിന് നല്ല മെഡിസിൻസ് അവൈലബിൾ ആണ്. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും.